കോളേജ് വിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു വിശപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരത്തേക്ക് ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയത്. പോയിട്ട് വരുന്ന വഴി ഇതുപോലെ ഈ ഒരു ബൺ പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ പപ്സ് ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് സോസും ഫില്ലിങ്സ് ഒക്കെ ഒഴിക്കുന്നതായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നൈറ്റത്തേക്ക് മെസ്സിൽ ഫുഡ് കഴിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അറ്റൻഡൻസ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇൻചാർജുമാർ ഞങ്ങൾ 4 ഇയേഴ്സ് മാറി നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുള്ള അറ്റൻഡൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അധികം വർക്ക്സ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 3 മണിക്കൂറോളം കുത്തിയിരുന്ന് ഫ്ലാഷ് കാർഡും ലെസൺ പ്ലാനൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബെഡിൻ്റെ പരിവാണ് ഇത്. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം 12 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് കേക്ക് മുറിക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് 11:45 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനിരുന്നാൽ പിന്നെ റൂമിൻ്റെ പരിവ് ഇതാണ് കേട്ടോ. നിറച്ച് ഷവറായിരിക്കും. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇവളുമാർ ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് ഇതാണ്. ഈ തണ്ണിമത്തം കട്ട് ചെയ്തതിലേക്ക് കുറച്ച് പാലും ചിയാസീഡൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം ആക്കി എടുത്തു. പിന്നെ ഇതായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കഴിച്ചു കഴിഞ്ഞ് നേരെ പോയി കേക്ക് കട്ട് ചെയ്യാനുള്ള ഡെക്കറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബർത്ത്ഡേക്കാരുടെ മുന്നിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊക്കെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ നിന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അവരവരുടെ ബർത്ത്ഡേക്ക് എന്തായാലും ഒരു കേക്ക് കട്ടിങ് കാണുമെന്ന്. സോ ഞങ്ങൾ ആരുടെ അടുത്തും പ്രത്യേകിച്ച് ഇങ്ങനെ ഒളിപ്പിച്ചും മറിച്ചൊന്നും വെക്കത്തില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇത് ചെയ്യും കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവൾക്ക് ഓരോരുത്തരെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുവാണ്. കാരണം നാട്ടിലുള്ള ഉള്ള ചേച്ചിയും എല്ലാവരും ഒക്കെ ഇതുപോലെ ഓരോ ഗിഫ്റ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബർത്ത്ഡേക്കായിരിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എല്ലാവരും കൂടെ അതിരുന്ന് പൊട്ടിച്ച് നോക്കലാണ് കേട്ടോ. ഞങ്ങൾ ഓരോരോ ഗിഫ്റ്റായിട്ട് തുറന്നു നോക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോൾ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ.